അനീഷും ലക്ഷ്മിയും ജയിലിലാണ്. ജയിലിൽ കിടന്നുകൊണ്ട് അനീഷ് വിളിച്ച് ചോദിക്കുകയാണ്, ബിഗ് ബോസ് ഞങ്ങൾ രണ്ടുപേരെയും ജയിലിൽ കിടത്തിയിട്ട് സ്പോൺസർ ടാസ്ക് ചെയ്യുന്നതിൽ ഒരു അനീതി തോന്നുന്നില്ലേ ബിഗ് ബോസ്? അത് കേട്ടിട്ട് ഷാനവാസ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുക, അനീഷ് ഓക്കെ അല്ലേ? അനീഷിനോട് എപ്പോഴും ഷാനവാസിന് ഒരു ഇഷ്ടമുണ്ട്. ജയിലിൽ നിന്ന് അനീഷും ലക്ഷ്മിയും വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ടാസ്ക് ചെയ്തത് കണ്ടോ? ഇവർക്ക് സ്പോൺസർ ടാസ്ക് തുടങ്ങാൻ ടൈമായി. ഇവരെല്ലാവരും ആക്ടിവിറ്റി റൂമിലോട്ട് പോവുകയാണ്. ആക്ടിവിറ്റി റൂമിലോട്ട് കയറിയതും അനുമോള് ഹായ് നോബി ചേട്ടനെന്ന് വിളിക്കുന്നുണ്ട്. നോബി ചേട്ടൻ്റെ ഫോട്ടോ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അനുമോൾ അങ്ങനെ വിളിക്കുന്നുണ്ട്. അവരെല്ലാം ഇരുവശങ്ങളിലായിട്ട് ഇരുന്ന് ഒരു ടീം പിങ്ക് കളറാണ്, അത് ഷാനവാസിൻ്റെ ടീമാണ്. അക്ബറിൻ്റെ ടീം ബ്ലൂ കളറാണ്. ബിന്നിയാണ് വിധികർത്താവ്. രണ്ട് ടീമാണ്. ഒരു ടീമിൻ്റെ പേര് ചുമര്, ഒരു ടീമിൻ്റെ പേര് കാലാവസ്ഥ. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നത്, നിങ്ങളിൽ ഏത് ടീമാണ് ചുമരാകാൻ പോകുന്നതെന്ന്. ചുമർ ടീമായത് നൂറയുടെ ടീമാണ്. ആ ടീമിൽ ആദ്യത്തെ ടീമിൽ നൂറ, അക്ബർ, നിവിൻ, ആര്യൻ. രണ്ടാമത്തെ ടീമിൽ ഷാനവാസ്, അനുമോള്, ആദില, സാബുമാൻ. ചുമര് ടീമിൽ നിന്ന് ഒരാൾ പോയി അവിടെ നിൽക്കാൻ പറയും. അതിൻ്റെ മുമ്പിൽ ഒരു ചുമന്ന വരയുണ്ട്. അവിടെ ഈ കാലാവസ്ഥ ടീമുകാർ പോയി 4 പേരും നിരന്ന് നിൽക്കണം. നൂറയെ തൊടാതെ തന്നെ ഇവർ ചിരിപ്പിക്കണം, അല്ലെങ്കിൽ നൂറ എന്തെങ്കിലും ഒരു ആക്ഷൻസ് കാണിക്കണം. അപ്പോൾ നൂറ ഔട്ടാവും. അതായിരുന്നു ടാസ്ക്. ഇവർ പല പരിപാടികളും നോക്കിയിട്ടും നൂറ ഔട്ടായില്ല. നൂറയ്ക്ക് മാറി മാറി ഇവരെ 4 പേരെയും നോക്കാം. അപ്പം നൂറ ഔട്ടായില്ല. അപ്പോഴത്തേക്ക് ബസറടിച്ച് അപ്പം നൂറ ജയിച്ച്. രണ്ടാമത് അവരുടെ ടീമിലുള്ള ഓരോരുത്തരെയും മാറി മാറി വന്നു. കാലാവസ്ഥ ടീമുകാർ നന്നായിട്ട് ശ്രമിച്ചു. ഷാനവാസ് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ അനുമോൾ ഡാൻസ് കളിക്കുന്നുണ്ട്, സാബുമോൻ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിലൊന്നും നൂറ അനങ്ങിയിട്ടില്ല. അങ്ങനെ ചുമരിലുള്ളവരെല്ലാം സേവായി. ഇനി അടുത്തത് കാലാവസ്ഥക്കാരെയാണ്. കാലാവസ്ഥക്കാരിൽ അതിൽ അനുമോൾക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. ഇവരാരും ചിരിക്കത്തില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇവർ ആരും ചിരിക്കത്തില്ലെന്ന് പറയുന്നു അനുമോൾ. അങ്ങനെ ആദ്യം പോയത് സാബുമോനാണ്. സാബുമോൻ ഔട്ടായി. അങ്ങനെ ഓരോരുത്തരായിട്ട് പോയി എല്ലാവരും ഔട്ടായി. അനുമോളൊക്കെ ചിരിച്ച്. അങ്ങനെ ഏറ്റവും കൂടുതൽ പേര് ചുമര് ടീമാണ്. അങ്ങനെ ചുമര് ടീമാണ് ജയിച്ചത്. അങ്ങനെ വിധികർത്താവ് വിന്നി വിളിച്ച് പറയുന്നത് ഇന്നത്തെ സ്പോൺസർ ടാസ്ക് വിജയിച്ചത് ചുമർ ടീമാണെന്ന്. അപ്പോൾ അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയ ആളാണ്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.